ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ നിന്നെ പ്രസവിച്ച മറിയാം നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെ മേലും കരുണയുണ്ടാകണമേ. ശുദ്ധമുള്ള
സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവൻ അവനോട് കൂടി സർവ്വം നമുക്ക് നൽകി തരാതിരിക്കുമോ? ദൈവത്തിന്റെ എഴുതവരെ ആർ കുറ്റ ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വക്തിഭാതിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിയുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണതയും പ്രാപിക്കുന്നു. അമിനായി പറയുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിക്കണേ, കേൾക്കണം. ഓർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആയിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസന്നമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്തായുടെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി പരിശുദ്ധ മറിയാമിൽ നിന്ന് സെൽവെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ മനുഷ്യാവതാര നാളുകളിൽ ഇവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു. യേശു തമ്പുരാൻ ജനസമൂഹത്തെയും തന്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ മനസ്സുള്ളവൻ തന്നെ തിരിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തന്റെ ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും തന്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കുന്നു. ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവന് എന്ത് പ്രയോജനം? അല്ലെങ്കിൽ മനുഷ്യൻ തന്റെ ആത്മാവിന് പകരമായി എന്താണ് കൊടുക്കുക? എന്നാൽ
എന്നാൽ പാപവും വ്യഭിചാരവുമുള്ള ഈ വംശത്തിൽ ഒരുവൻ എന്നെക്കുറിച്ചും എന്റെ വചനങ്ങളെക്കുറിച്ചും ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ തന്റെ പരിശുദ്ധമാരോട് കൂടി പിതാവിന്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കും എന്ന് താൻ കൽപ്പിച്ചാൽ ചെയ്തു. പറക്കുമോ ഉശൈനോ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണോ. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭോഷയും മനുഭവമില്ലാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ സദാ നേരവും കരയിട്ടുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നീ നിന്റെ ശരീരങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകിയും സ്വർഗരാജ്യത്തിൽ ഞങ്ങളെ അവകാശമാക്കി ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായ ഈ സ്തോത്രം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബഹുലഹിയവുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ചോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സലയത്തിന്റെ പാപങ്ങളുമായി ഉത്തമനെ ദൈവത്തോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും ബോധമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമിഞ്ഞ് തളിക്കണമേ. കർത്താതി കർത്താവ് ബോധത്തിന്റെ നാഥനുമായ ഞങ്ങളുടെ വിശ്വാസപുരാനെ, നീ ഞങ്ങൾക്ക് ഓർക്ക വിമോചനവും നീ തന്നെയായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ വന്നിയരണമേ. ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കുമായി കളയണമേ. കർത്താവേ, കോപത്തിന്റെ വഴികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരെയുള്ള ഒത്തുമായ ഞങ്ങളെ എല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവും
നല്ലൊരു അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബുകുലസ്ബാ അനിലവൽമീ പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ തന്റെ അവസ്ഥ ലോകത്തിന് പാപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്തെ ഉദ്ഘോഷിക്കുകയും പരിശുദ്ധമായ ത്രിത്വമാവസിക്കുകയും ചെയ്യുന്നതായ ഈ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ മുഴുവന്റെ ഈ കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മനുഷ്യമാരുടെ ആശ്വാസത്തിന് നല്ല ഓർമ്മയുമായി ഇത് തീരുമാനാകണമേ. ഞങ്ങൾ നൽകുന്ന ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. ഹോശോ ബബുകുലസ്ബാ അനിലവൽമീ കർത്താവിന്റെ ശുശ്രൂഷകൾക്കുള്ളയും അവിടുത്തെ പ്രാർത്ഥനകളാലും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടകൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്രകാരം കീർത്തിച്ചു ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനുള്ളവനും പരിശുദ്ധനുമായ യഹോവ പരിശുദ്ധനാകുന്നു. ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും ബഹുമാനപ്പെട്ട കാലം സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവരും സരാസരികളാകോട സമത്തുള്ളവരും സർവകാലമുഖാതരമാരും പരിഷ്ഠായും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവനന്തപുരം സർവ്വ വിശുദ്ധമായ ദൈവമാതാവായ ശരിയായ മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കർഷകർക്ക് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് ജീവനോനെ മരിച്ചുപോലെ കളിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ വരുവാനിരിക്കുന്നു. തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ശ്രേഷ്ഠരെ, ഈ ബലി കർത്താവ് സ്വീകരിക്കപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ജീവനും വിശുദ്ധിയും
സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഉന്നത അവരെ നിറയ്ക്കും
അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ ഓരോ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ബഹുകുല സുബാ നിലവല്ലി രാജാതി രാജാവേ കർത്താതി കർത്താവേ തിരുവിൽപ്പാദം വന്ദിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരുണാപൂർവ്വം ഞങ്ങളെ നിരീക്ഷിച്ച് ഹൃദയമെടുപ്പോടും ആത്മശരീര വിശുദ്ധിയോടും കൂടെ നിന്റെ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യന്മാരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ബഹുകുല സുബാ നിലവല്ലി സഹോദരങ്ങളെ, നാം എല്ലാവരും അങ്ങയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട കാലങ്ങളാൽ ഭാഗവയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളവനെ കാലത്തിന്റെ ഉടയവനായ ദൈവത്തിന് നിരപ്പിനും സമാധാനത്തിനും മണയ്ക്കുന്നു. ഈ കൃപാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ വശീകാതപരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ആ മഹോന്നതങ്ങളിലായിരിക്കുന്നു. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുദ്ധവും ന്യായവുമാകുന്നു. കർത്താവേ, നന്നാല് മുഖങ്ങളുള്ള സ്തോത്രന്മാരും ആറാറ് ചെറുകളുള്ള സ്തോത്രന്മാരും നിന്റെ സന്നിധിയിൽ ചുറ്റി നിന്നുകൊണ്ട് നിർമ്മലമായ കീർത്തനങ്ങളും ദൈവികമായ ഗാനങ്ങളും പാടി നിന്നെ സ്തുതിച്ച് അട്ടഹസിക്കുന്നു. അവനോടുകൂടെ ഞങ്ങളും കാദേശ് പാടിക്കൊണ്ട് നിന്നെ ബോധപ്പെടുത്തുന്നു. മസാഖീന ഒമറീന തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമുക്ക് വേണ്ടി കർത്താവ് വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്നപ്പോൾ ശ്രീമായിലേക്ക് വന്ന് ജീവദായകമായ തന്റെ കഷ്ടാനുഭവത്തിന് മുമ്പായി തൃക്കരങ്ങളിൽ അപ്പം എടുത്ത്
അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നുവെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയതായ ജീവന്റെ പാനപാത്രം തന്റെ കരങ്ങളിൽ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തിട്ടവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കടകളുടെ മോചനത്തിനും നിത്യജീവന് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്ന ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയെ രക്ഷിച്ചുകൊള്ളുകയും എന്ന് താങ്കളോട് മുൻകൂട്ടി കൽപ്പിച്ചു. നിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യസ്നേഹമുള്ളവനായി നിന്നോട് പ്രാർത്ഥിക്കുന്നു. കാലത്തിന്റെ അവസാനത്തിൽ നീ വെളിപ്പെട്ട എല്ലാവർക്കും അവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായി പ്രതിഫലം നൽകുന്നതായ സമയത്ത് നിന്റെ ആരാധകരുടെ തോന്നി നിന്റെ അവകാശത്തെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. അതിനുവേണ്ടി നിന്റെ സമൂഹത്തിൽ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവോ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. നിങ്ങളടക്കത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവുമാക്കി നമ്മുടെ ദൈവമായ ജീവൻ നൽകുന്ന കടകളും പാവങ്ങളും പരിഹരിക്കുന്ന ഏറ്റവുമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും ആത്മശരീര സ്വസ്ഥതയ്ക്കും മനസ്സിന്റെ സ്ഥിരതയ്ക്കുമായി തീരണമേ. വിശ്വാസികളായ ജനങ്ങൾ പോലും നഷ്ടപ്പെടുവാനിടയാകരുതേ. പരിശുദ്ധാത്മാവിൽ നിർമ്മലരായി നയിക്കപ്പെടുവാൻ അർഹരായി തീരണമേ. ഞങ്ങൾ നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോസോ സത്യവിശ്വാസികളായ ശേഷമുള്ള എപ്പിസ്കോപ്പമാർക്ക് വേണ്ടി മഹത്വവും വൈഭവവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ജീവിതത്താൽ നിന്റെ ആളുകളെ നിന്റെ നാമത്തിന്റെ ബഹുമാനത്തിന് പ്രസാദകരമായ ആത്മീയ ആട്ടിൻകൂട്ടമായി വിശ്വാസമായ ജനങ്ങളെ നിനക്ക് സമർപ്പിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോസോ ഉത്തമനും മഹാകാരുണ്യവാനുമായ നാഥനെന്ന നിലയിൽ നീ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളെയും കാരുണ്യത്തെ അവർ തിരിച്ചറിയുമാറാകണമേ. ഞങ്ങൾ നിന്റെ വിജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. ഹോസോ കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്നവർക്കോ നിന്റെ വിശുദ്ധ മലക്കുമാരുടെ സൈന്യങ്ങളെ നീ സഹായത്തിന് അയച്ചു കൊടുക്കണമേ. കഠിനമായ ഉപദ്രവങ്ങളിൽ നിന്നും അദൃശ്യരായ നിന്നും അവരെ നീ രക്ഷിച്ചു കൊള്ളണമേ. വിശ്വസ്ത സഭയുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ നീ കാത്തുകൊള്ളുമാറാകണമേ. പ്രശാന്തമായ സമാധാനത്തിലും
ഐക്യത്തിനും പ്രത്യാശവും ഞങ്ങൾ നൽകും. നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ ഗുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ബബുക്കുലസ്ബാ നിലവൽമീ അവരെ പോലെ പോരാട്ടത്തിൽ ശ്രേഷ്ഠമായി ഞങ്ങളുടെ കാവൽ കർത്താവേ നീ സമ്മതിപ്പിക്കുമാറാകണമേ. അവരോട് നിന്റെ രാജ്യത്തിൽ അവരെ പോലെ നിന്റെ പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും എന്ന് സമർപ്പിക്കുന്നു. ഹോശോ ബബുക്കുലസ്ബാ നിലവൽമീ പരിശുദ്ധങ്ങളായ അവയെ സംബന്ധിച്ചവരായ ഒരു സ്നേഹനായ Alexandria Maratana Sigus, Marporius, Mardiescorus, Mabukile, Marfelix Heroes, Antiochile, Marsivirius, Srugile, Maria Kovutana, Marvala, Indoma, Sirius, Paramar Grigorius, Sahavas, and Ivaris, Martinius, Maya, Mari, Sveshti Marai, Malkasami, Switzuraya, Elavas, Mari, and Local. ചൂടുമില്ലാത്തതുമായ ഈ വിശ്വാസത്തെ പാലിച്ചവരായി ഇവരുടെ മുമ്പവരോടുകൂടി ഇവർക്ക് മുമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്കോടെ ആയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവരുടെ ശ്രദ്ധയും സ്ഥിരമായും ഞങ്ങളുടെ അതിനെ കൊണ്ട് വ്യത്യാസപ്പെടുത്തുവാനിടയാകരുതേ. പിന്നെയോ നിനക്ക് പ്രീതികരമായ നിർമ്മലതയോടും ദൃഷ്ടഗതിയോടുകൂടി നിന്റെ നേർവഴികൾ ചരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ബബുക്കുലസ്ബാ നിലവൽമീ സത്യവിശ്വാസത്തിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ പത്മഹായിൽ നിന്നും പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരികളെയും അടുക്കലേക്ക് എടുത്തുള്ളവനായ നമ്മുടെ ദൈവമായ മശീഹായോടും ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം
പ്രാർത്ഥിക്കുകയും അവരെ സ്വരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കുറിയനായി നട്ടു പറയണം. വന്ദിനായ ദൈവമേ, സകല നിന്റെ പ്രാവശ്യവും നിന്റെ കരുണയുടെ പ്രത്യാശയിൽ വിശ്രമിച്ചു നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷ കൊണ്ടിരിക്കുന്നു. നിന്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതായ ആജീവപ്രദമായ ശബ്ദം കേൾക്കുവാൻ അവരെ നീ അർഹരാക്കി തീർക്കണമേ. കൃപയോട് ഞങ്ങൾക്ക് ശാന്തമായി നൽകി ദയാപൂർവ്വം ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ച്ചു കളയണമേ. ലോകത്തിൽ പാപം കൂടാതെ പ്രത്യക്ഷപ്പെട്ടുള്ളതാ നിന്റെ പുത്രൻ ഒരുവൻ മാത്രമാണല്ലോ. അവൻ മൂലമുള്ള കരുണയും പാവമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളോവരും അവൻ തന്നെ ശരണപ്പെടുന്നു. അത് വിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സർവ്വജീവനെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ എന്റെ മുമ്പിൽ ഞങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ മനസ്സുമായതിൽ നിന്നും പാപച്ചുവടുകളെ നീക്കിക്കളഞ്ഞു. ഞങ്ങളുടെ നീവലങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് നീ പാവനികാരനും വിമോചകനും നീയായിരിക്കണമേ. തന്മൂലം സകലത്തിൽ ബഹുമാനിയും വന്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഞങ്ങളാലും ഞങ്ങൾ മൂലം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ചു പോയിട്ട് മാറ്റപ്പെടുത്തുവാറാകണമേ. ഹോശോ ബബുകുലസ്ബാ നിലവിൽമേ. തലമുറ തലമുറകളായി തലമുറകൾ വരെയും ലോകാലോകങ്ങളും ചെയ്യുന്നു. ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാഥൻ ബാരക്കുമോ കുരിലൈസോ വാതിൽ തുറന്നീ പ്രാർത്ഥന
നിന്നെ വിളിക്കുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നുദവിക്കാൻ ബലഹീന ബാരയ്ക്കുമോ കുറിയിലൈസോ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ കർത്താവേ, സകലത്തിനും ഉപരിയായി ആഘോഷിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ഭൗതീകരിക്കപ്പെടുകയും ചെയ്യുന്നവരൊക്കെയാകുന്നുവല്ലോ. ദരിദ്രരുമായ എളിയവരുമായ നിന്റെ ദാസനാകുന്ന ഞങ്ങൾ വഴിപോടും വിശുദ്ധിയോടും കൂടും സ്വർഗസ്ഥനുമായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നീ യോഗ്യന്മാരാക്കണമേ. മറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കരുണ്യവാനും മനുഷ്യസ്നേഹമുള്ളവനുമായ കർത്താവേ, പരീക്ഷകളിൽ നിങ്ങൾ പരാജയപ്പെടുവാൻ നീ അനുവദിക്കരുതേ. പിന്നെയോ അഹങ്കാരിയായ ദുഷ്ടനിൽ നിന്നും വക്രവും വജ്രവുമായ മാർഗ്ഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്റെയും പുത്രന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും ആകുന്നു. ഹോശോ ബഹുകുലസ്മാ നിലവല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട ഈ സദസ്സിനെ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ വിശ്വാസികളായ ഈ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. അപകടങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഈ വിശുദ്ധ പ്രഭാതത്തോടുകൂടി ഞങ്ങൾ അനുഷ്ഠിച്ച് പാപരിഹാരവും വിശുദ്ധിയും പ്രാപിപ്പാൻ ഞങ്ങളെ നീ യോഗ്യന്മാരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. ഹോശോ ബഹുകുലസ്മാ നിലവല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
മുതൽ ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നിൽവലമായി രാജഭാമിനിയോ ും
മക്കളിലൊക്കെ കൃപദേവത പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ നമ്മുടെ കർത്താവായ ഈശ്വരശിഹായുടെയും തിരിച്ചുകയറ്റങ്ങളാകുന്ന പാപരിഹാരപ്രദമായ തീകട്ടം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി വിശ്വാസികൾക്ക് ഇവ നൽകപ്പെടുന്നു. വാസം ചെയ്യും എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ എൻ സ്നേഹിതനല്ലോ അന്ത്യദിനേ ഞങ്ങൾ വിധിയെ
ഉൾക്കൊണ്ടോ ഞങ്ങൾ വിധിയും ദണ്ഡനവും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പദക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നതിനുമായ ദൈവത്തിന്റെ പുത്ര പാപരിഹാരം നൽകുന്ന ഈ നിന്റെ പരിശുദ്ധമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസന്മാർക്കായി ഈ പാപപരിഹാരം കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവിഭാഗമുള്ളമോ പ്രസന്നതയ്ക്കുമായി വെളിയേറിയതായ ഈ തിരുശരീരങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ ദിവ്യാരാധകരുടെ ഈ സംഘത്തെ നിന്റെ അദൃശ്യമായ തൃക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെന്ന ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചാൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ
എന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരിലെ കർത്താവിന്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധമായ ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്ര ഭക്ഷണങ്ങളോടും വിശുദ്ധ തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരുടെ ജീവുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്നേഹമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ അരുഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, ഇത് നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് തൃപ്തരായി തെളിഞ്ഞ് സമാധാനപൂർവ്വം പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെമ്പിൽ അരിയിടാനായിട്ട് പോവുകയാണ്. കർത്താവിൽ ഏറ്റവും വന്യനായ ഇടവകയുടെ വികാരി ബഹുമാന്യനായ അനുമാനിച്ചൻ, ഏറ്റവും ബഹുമാന്യനായ സാൻസ്കര്യാച്ചൻ, ഇടവകയുടെ ആദരണീയരായിരിക്കുന്ന ട്രസ്റ്റി സെക്രട്ടറി, ഇടവക മാനസിക കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരവും ഏറ്റവും ശ്രേഷ്ഠവുമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധന്റെ പെരുന്നാൾ നമ്മൾ ഭക്തിയോട് ആചരിച്ചു വരികയാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദേശത്ത് പട്ടിണിയും പ്രയാസവും പലതരത്തിലുള്ളതായ മഹാമാരികളും ജനത്തെ വലയം ചെയ്തിരുന്നതായ കാലഘട്ടത്തിൽ പരിശുദ്ധന്റെ മധ്യസ്ഥതയെ അഭയം പ്രാപിച്ചുകൊണ്ട് കൃഷിനാശത്തിൽ നിന്നും മറ്റ് ദുഷ്ടമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ എഴുചിന്തക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെയും ജനത്തിന് രക്ഷയും അനുഗ്രഹവും ലഭിക്കുന്നതിനായി
പരിശുദ്ധ സഹദായുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കാലാകാലങ്ങളായി പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ പിതാക്കന്മാർ അനുവർത്തിച്ചു വരുന്നതായ ഒരു വലിയ കർമ്മമാണ്. അവർക്ക് ദൈവം കൊടുത്തതായ കൃഷികളിൽ നിന്ന്, അവരുടെ ആദായങ്ങളിൽ നിന്ന് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പരിശുദ്ധ സഹദായുടെ നാമത്തിൽ അർപ്പിക്കുന്നതായ ഒരു വലിയ ചടങ്ങ്. അതാണ് നമ്മളിവിടെ ഈ വർഷവും നിർവഹിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് ഈ അരികിടിയിൽ എന്ന് പറയുന്നത്. പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ പൂർണ്ണമായും അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ അവിടുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഇടവകയും ഇടവയിലെ എല്ലാ കുടുംബങ്ങളെയും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കൃഷിനാശത്തിൽ നിന്നും എല്ലാവിധമായ നാശവ്യാളിയിൽ നിന്നുമൊക്കെയും നമ്മളെ രക്ഷിക്കണമേ എന്നുള്ളതായ ആ വലിയ പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ അരികിൽ കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഒരുപോലെയും സഹദാ മേലും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവമേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവേ, നിന്നിൽ ആശ്രയിച്ച് നിനക്ക് വേണ്ടി ജീവിച്ചതായ ഒരു പരിശുദ്ധൻ കർത്താവേ, ബാല്യത്തിൽ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിച്ച ഞങ്ങളുടെ കാവൽ പിതാവായ മോർ ഗീവർഗീസ് സഹദായുടെ നാമം അടിയങ്ങൾ ചൊല്ലി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹായിയും ഞങ്ങളുടെ കാവലും കോട്ടയും ആയിരിക്കുന്ന പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായെ അവിടുന്ന് ഞങ്ങളുടെ ഈ പെരുന്നാളിൽ എഴുന്നള്ളി പാർത്ത് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നേർച്ചകളെയും കാഴ്ചകളെയും വിശുദ്ധ ബലികളെയും അവിടുന്ന് സ്വീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഇതാ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ഈ ഇടവകയെയും ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഇടവകയിലെ എല്ലാ മക്കളെയും ഞങ്ങളുടെ ദൂരസ്ഥരായിരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിൽ നിന്ന് സത്യവിശ്വാസത്തോട് വാങ്ങിപ്പോയിരിക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്ന ദൈവമേ, ഈ സമയത്ത് കർത്താവെ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയങ്ങളിത് ഈ അരികിൽ കർമ്മം ദൈവസന്നിധിയിൽ നിർവഹിക്കുന്നു. കരുണയോട് പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായെ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായെ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസവും കർത്താവേ ഞങ്ങൾ എല്ലാവരുടെ പേരും ഞങ്ങളുടെ ഇടവക പേരും ഈ പെരുന്നാളിന്റെ എല്ലാ വർഷങ്ങളുടെ പേരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെ പേരും എന്നാലും ഉണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹിക്കപ്പെട്ടവരുടെ ശുശ്രൂഷകൾ സമാപിക്കാം. വൈകിട്ടത്തെ കാര്യങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. കൃത്യം 5:30 മണിക്ക് തന്നെ പ്രാർത്ഥനകൾ നമ്മൾ ആരംഭിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ ശുശ്രൂഷകൾ ആരംഭിക്കും. എല്ലാവരും എത്തിച്ചേരുവാൻ തക്കമുടയാവുന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. വൈകിട്ടത്തേക്ക് നേർച്ചയൊക്കെ സമർപ്പിക്കുന്ന പതിവ് കൂടിയുണ്ട്. അത് ഇവിടെ എത്തിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇതിനനുസരിച്ച കുർബാന അർപ്പിച്ച് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഇതിനായിരിക്കുന്ന പി. തോമസ് അച്ഛനെയും സഹകാർമ്മികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരികച്ഛൻ, ബഹുമാനപ്പെട്ട മാത്യു തോമസ് അച്ഛൻ, വലിയ ശ്രേഷ്ഠോട് എല്ലാവരോടും ഈ സ്നേഹം അറിയിക്കുന്നവരെന്ന് സംബന്ധിച്ച് എല്ലാവരോടും ഈ സ്നേഹം അറിയിക്കട്ടെ. സ്നേഹം കൈമുട്ടുന്നു. യജമാനൻ വരുവന്നേരത്തുണർവ്വളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം